ചിനക്കത്തൂർ പൂരം ഒറ്റപ്പാലം ദേശീയ കമ്മിറ്റിയുടെ പരിപാടികൾ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. 9-ാം തീയതി ഫെബ്രുവരി 9-ന് അതിവിപുലമായ രീതിയിൽ ചിനക്കത്തൂർ കാവിൽ വെച്ചിട്ട് പ്രസാദൂട്ട് നടത്തുകയാണ്. ഏകദേശം 6500ഓളം പേർക്ക് വരുന്ന സദ്യയാണ് രാവിലെ 11 മണി മുതൽ 3 മണി വരെ നടത്തുന്നത്. അതുപോലെ തന്നെ 24-ാം തീയതി തുടങ്ങി മാർച്ച് 2-ാം തീയതി വരെയുള്ള 7 ദിവസത്തെ കലാപരിപാടികളും NSS KPT സ്കൂളിൽ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. 24-ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നാടൻപാട്ട്, ഗാനമേള, ബാലെ, കഥകളി തുടങ്ങിയ പരിപാടികൾ 7 ദിവസങ്ങളായിട്ടുണ്ടാവും. മറ്റൊന്ന് നമ്മുടെ 65 അടി ഉയരത്തിലുള്ള ദേശപ്പന്തലാണ്. പക്ഷേ ഇതുവരെ ഇട്ടിട്ടുള്ളതിനേക്കാൾ ഏറ്റവും വലിയ ദേശപ്പന്തലാണ് NSS KPT സ്കൂളിൽ പണി തുടങ്ങി ഇന്നലെ മുതൽ. അതുപോലെ തന്നെ 5 ദിവസം മുമ്പ് നമ്മൾ ദീപാലങ്കാരവും ഉണ്ടാകും. ഏറെക്കുറെ ഒറ്റപ്പാലം ദേശീയ കമ്മിറ്റിയുടെ പരിപാടികളും പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മുടെ പൂരം ഗംഭീരാക്കുന്നത് സാധാരണഗതിയിൽ സബ് കമ്മിറ്റിയിലും കൂടി ചേരുമ്പോഴാണ്. ഇത്തവണ ഒറ്റപ്പാലം ദേശീയ കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം ദേശത്ത് പോകുന്ന മുഴുവൻ കലാപരിപാടികളുടെയും സബ് കമ്മിറ്റികളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ദേശീയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് അത് യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടറി, പ്രസിഡന്റ്, ഭാരവാഹികൾ പങ്കെടുക്കണമെന്നാണ് ധാരണ. പരിപാടികൾ പോകുന്നതും അതുപോലെ തന്നെ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരുമായി ഒരു ആലോചന നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. സബ് കമ്മിറ്റികളുടെ പരിപാടി കൂടി ഭംഗിയാവുന്നതോടുകൂടി ഒറ്റപ്പാലം ദേശത്തിൻ്റെ പരിപാടി മറ്റെല്ലാ കാലത്തേക്കാൾ ഗംഭീരമായി തന്നെ നടത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ചിനക്കത്തൂർ പൂരത്തിൻ്റെ ഭാഗമായി ആദ്യം നടക്കുന്നത് ഈ പ്രസാദകൂട്ടാണ്. മറ്റുള്ള ദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മറ്റുള്ള ദേശങ്ങളെല്ലാം മരുന്നുമണിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റപ്പാലം ദേശീയ കമ്മിറ്റി വളരെ വ്യത്യസ്തമായിക്കൊണ്ട് പ്രസാദകൂട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ 9-ാം തീയതി ചെയ്യുന്നത്. 5000-6000 പേർക്കുള്ള വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇപ്രാവശ്യം ഒരുക്കുന്നത് ഒറ്റപ്പാലം ദേശീയ കമ്മിറ്റി. 7 ദേശത്തിലെ ജനങ്ങളെയും ഭക്തജനങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യമുള്ള പ്രത്യേകത, പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ സബ് കമ്മിറ്റികളെ വിളിച്ചുകൊണ്ട് ഈ പൂരത്തിൻ്റെ അടുക്കും ചിട്ടയും വളരെ വൃത്തിയായി പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് യോഗം വിളിക്കുന്നത്. അതും ഈ സബ് കമ്മിറ്റികൾ വളരെയധികം പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റപ്പാലത്തിൻ്റെ ദേശീയോത്സവമായ ചിനക്കത്തൂർ പൂരം മാർച്ച് 2-ന് നടക്കാമെന്ന് എല്ലാ ദേശവാസികൾക്കും അറിയാം. ആയതിൻ്റെ പ്രവർത്തന ഫലമായി 9-ാം തീയതി തിങ്കളാഴ്ച ചിനക്കത്തൂർ കാവിൻ്റെ തിരുമുറ്റത്ത് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ അതിഗംഭീരമായ പ്രസാദകൂട്ട് നടത്തുകയാണ്. അതിന് എല്ലാ ദേശങ്ങളും എല്ലാ ഭക്തരും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത മധുസാറിന് ഈ കമ്മിറ്റിയുടെ നാട്ടുകാരുടെ പേരിൽ ആദരവ് അർപ്പിക്കുന്നു. അതുപോലെ സ്കൂളിൽ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ അതിഗംഭീരമായ പന്തല് ഇതേവരെ ഒറ്റപ്പാലം കാണാത്ത വിധത്തിൽ അതിന് അലങ്കാരങ്ങളും വലിപ്പവും ഉണ്ടായിരിക്കുമെന്നും എല്ലാ സൗകര്യങ്ങളോടുകൂടി അത് നടത്തുമെന്നും എന്നുള്ളതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞു. അതിന് നിസാർ എന്ന ആളുടെ അതിഗംഭീരമായ സഹായ സഹകരണങ്ങളുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും കമ്മിറ്റിയും നാട്ടുകാരും എല്ലാ ആദരവും അർപ്പിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും പ്രസാദകൂട്ടിന് പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.